ഈ മിലിറ്റൻസിന് ദേ ഗോട്ട് എ സ്ലീപ്പിംഗ് സെൽ ഓൾ ഓവർ കശ്മീർ. ഇപ്പോഴും അവരുടെ പേറോളിൽ ജീവിക്കുന്ന കുറച്ച് ലോക്കൽസ് ഉണ്ട്. അവരിൽ തോക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു മൊബൈൽ ഫോൺ മാത്രം. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണും മൊബൈൽ കട്ട് ചെയ്തു എന്നുള്ളത് ശ്രീനഗറിൽ. ബിക്കോസ് ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ് ഇപ്പം അവനെപ്പോലുള്ള ആൾക്കാർ 10 പേര് ചിലപ്പം അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇവരാണിതെല്ലാം അവർക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഏരിയ സേഫാണ്, ഇവിടെ ഇപ്പോൾ 10 ദിവസമായിട്ട് സെക്യൂരിറ്റിക്കാരെ ആരും കാണാനില്ല, വല്ലപ്പോഴേ വരുന്നുള്ളൂ, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് എസ്കേപ്പ് ചെയ്യാം. ഈ ഇൻഫർമേഷനൊക്കെ ഇവർ മൊബൈലിൽ കൂടെ കൊടുത്തിട്ടാണ് ഇവന്മാരെ വരുത്തിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ലീപ്പിംഗ് സെൽസ് ഉള്ളത് നമുക്ക് പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഒരു ഓട്ടോ ഓടിച്ച് നടക്കുന്നതിനായിരിക്കാം, ഒരു കുതിരയെ കൊണ്ട് നടക്കുന്നതിനായിരിക്കാം. ഇതിനെ നമ്മളൊരു സെക്യൂരിറ്റി, ഒരു രാജ്യത്തിൻ്റെ പിഴവെന്ന് മാത്രം അങ്ങോട്ട് സ്റ്റാമ്പ് അടിച്ച് പറയാൻ പറ്റില്ല. യെസ്, പിഴവുണ്ട്, അക്സെപ്റ്റ് ഇറ്റ്. അതേപോലെ തന്നെ പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷറി തൈബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ കുറെ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ദ പീപ്പിൾ റെസൺ ഇത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് കയറി വരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ലേ. അതായത് റെസിസ്റ്റൻസ് ഞങ്ങൾ ഇൻസൈഡ് ദ കൺട്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പുറത്തുനിന്ന് ഒരാളല്ല. പണ്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാം. ശരിക്കും ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് പവറിൽ കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ തലതിരിപ്പിക്കുക. ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റിഫ്റ്റ്. ഇതാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ കളിക്കുന്ന കളികൾ. ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി ദേ ഹാവ് സക്സസ്ഫുള്ളി സക്സീഡഡ് ഇൻ സെയിങ് ദാറ്റ് കി BJP ഈസ് എഗൻസ്റ്റ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് അവർ ഇപ്പോഴും. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UP-യിൽ പോലും യോഗി ആദിത്യനാഥ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും എന്തേ രണ്ടാമത് അദ്ദേഹം മുസ്ലിം ഏരിയയിൽ നിന്ന് ജയിച്ചു വന്നത്? കാരണം എല്ലാ വുമൻ മുസ്ലിം സഹോദരിമാരും വോട്ട് ചെയ്തെങ്കിൽ, കാരണം ദേ വർ വെരി ഹാപ്പി. ഈവൻ മുസ്ലിംസ് ഹാവ് വോട്ടഡ് ദ. പക്ഷെ ഇത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി, വി ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ഇസ്ലാം, മറ്റേ എന്തൊക്കെയോ കോലങ്ങളൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് മീറ്റിംഗ് നടത്തി. നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസും കോമ്പറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇത് ആ വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ യഥാർത്ഥമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇത് വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, അവന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു? കാരണം അതിൽ കാര്യമില്ല. അവർക്ക് വേണ്ടെന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നടക്കട്ടെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഇപ്പോൾ ഒരു ശങ്കരനായരുടെ പുറകെ കൂടിയിരിക്കുകയാണ്. കോൺഗ്രസും ഫൈറ്റ് ചെയ്യുന്നു, BJP-യും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരുടെ ആള് ഏതാളെന്ന്. ഇതൊക്കെ ഒരു വോട്ട്. ഇപ്പം BJP-ക്ക് ആക്ച്വലി മോദിജി ഹാസ് റിവീൽഡ് ദാറ്റ് വാട്ട് ഹി വാസ്. അപ്പം ഇതെല്ലാം ഇവിടെ ആൾക്കാരെ കളിപ്പിക്കുകയാണ്. അപ്പം ഞാനും പോയി നിൽക്കും. ഇത് കാണുമ്പോഴാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങളെ കുത്തിയിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം ഈ ഒരു സംഭവം പാകിസ്ഥാൻ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ആണ്. അവിടെ പോയിട്ട് ഹിന്ദു ആരും മുസ്ലിം ആരെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലും. ഇതിൻ്റെ അലകൾ പലയിടത്തും അടിക്കും. ഇന്ന് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് ഫ്ലെയർ ചെയ്താൽ പിന്നെ നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. ഇവിടെ അവർ എക്കണോമിയിൽ ഗോ ഫോർ എ 6. ദിസ് വാട്ട് ദേ ഹാവ് ഡൺ. സർ, ഇതെല്ലാം പറയുമ്പോഴും ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് 370 കാര്യം പറഞ്ഞു. യെസ്, ഇൻഫ്രാസ്ട്രക്ചറലി എല്ലാ രീതിയിലും നമ്മളവിടെ ഡെവലപ്പായി. പക്ഷെ ഈ ഒരു ഇൻഫിൽട്രേഷൻ ഇവരുടെ നടന്നിട്ടുണ്ടെങ്കിൽ, കടന്നുകയറ്റം എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അമ്മു, ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു കം ടു കശ്മീർ. എന്നിട്ട് ഈ LOC-യിൽ കൂടെ നിങ്ങളെ ഒരു ജേണി, ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ഷൂട്ട് ഇൻ LOC ഓൺലി. എൻ്റെ കഥ തന്നെ അത് തന്നെ, ഒരു ലവ് സ്റ്റോറി ഇൻ ദ LOC-യിൽ. അവിടെ നിങ്ങൾക്ക് അപ്പം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം എത്രയോ ഗ്യാപ്പുകളുണ്ട്. ഇപ്പം ഈ റിവറിൻ്റെ നിങ്ങൾ പറഞ്ഞില്ല, സിന്ധു നദി എന്ന്. ഞാൻ പാകിസ്ഥാനിൽ ചാടിയാൽ മതി, എനിക്ക് ആ റിവറിൽ കൂടെ തന്നെ രാത്രിയിൽ ഇപ്പുറത്ത് ഇന്ത്യയിലൊന്ന് കയറാം, മതിയോ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവായോ? ഇറ്റ് ഇസ് നോട്ട് ഫുൾ പ്രൂഫ്. ഞാനൊരു നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലായിടത്തും ഇവരിങ്ങനെ LOC എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ. ആ ലൈൻ ഏതാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ പോയിട്ട്, ഞാനന്ന് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് ഈ പടത്തിൻ്റെ ലൊക്കേഷൻ പോയപ്പോൾ അന്ന് ഞാൻ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ആ പാലത്തിന് മുകളിൽ ഒരു വൈറ്റ് ലൈനുണ്ട്.
അപ്പുറത്ത് പാകിസ്ഥാനാണ് ഇപ്പുറത്തത്. അപ്പൊ നദിയിലോ വൈറ്റ് ലൈൻ ഇല്ലേ? അപ്പൊ അപ്പുറത്ത് അവൻ ചാടിക്കഴിഞ്ഞാൽ അതേ പുഴയിലാണ് അവൻ ചാടുന്നത്. അങ്ങനെ ഒഴുകി അടി കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇതിലെ പോരാം, ഇന്ത്യയിലേക്കും കയറാം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് പല ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വരേണ്ടവന് വരാം. ഈ റിവർ മാത്രം നിങ്ങൾ എടുത്താൽ മതി, നിങ്ങൾക്ക് എങ്ങനെ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ ഒരു ഡിറ്ററൻസ് അവിടെയും കുന്നിനും മുകളിലും അവിടെ ഇവിടെയൊക്കെ അപ്പം പറയില്ലേ, ഈ ആൾക്കാരിരുന്ന് നോക്കുന്നതിനേക്കാൾ ബെറ്ററാണ് നൈറ്റ് വിഷൻ ഗോഗിൾ ഇതും വെച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയും വെച്ചിരിക്കുന്ന ഡ്രോൺസ്. ദേ ഐഡന്റിഫൈ ഈവൻ നൈറ്റ് മൂവ്മെന്റ്സ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ടെക്നോളജി കൂടിയതുകൊണ്ടാണ് ഇൻഫിൽട്രേഷൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇൻഫിൽട്രേഷൻ ഉണ്ടായിരുന്നത് ഇതുപോലെ ആൾക്കാർ നോക്കുമ്പോൾ കാണാതെ അവർക്ക് ഇങ്ങനെ പോരാം, ഉള്ളിൽ കൂടെ ടയറിൽ കാറ്റ് നിറച്ചുകൊണ്ട് ചാടും അവരോട്. ഈ ടയറിൽ കൂടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്ത് വന്ന് ടയറങ്ങ് വിട്ടുകൊടുത്തു, അവരിപ്പുറത്ത് കയറി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഇവിടെ ചാടും, നദി ഇങ്ങനെ പോയിട്ട് പിന്നെയും പാകിസ്ഥാനിൽ പോകും, അതിനപ്പുറത്തോടെ അങ്ങ് പോവുകയും ചെയ്യും. എത്രയോണം വന്നിട്ട് ഇങ്ങനെ പോകുന്നില്ലേ? സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും അതാണ് ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ പ്രൂഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയിരിക്കുന്നു. ഇപ്പം ഡ്രോൺസ് എല്ലാം ഒരു ഡ്രോൺ മതി 50-100 കിലോമീറ്റർ കവർ ചെയ്യാം. കറക്റ്റ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബീപ്പ് അടിക്കും, മൂവ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ട്. ആ ഹീറ്റ് വേവ്സിൻ്റെ ഇതെല്ലാം നല്ല രസമാണ്. ഞാൻ ഇപ്പം പോയപ്പോൾ ഞാൻ കണ്ടതാണതെല്ലാം. അവിടെ ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അവർക്ക് ഓപ്പറേഷനിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ആളെ മാറ്റും, 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആളെ മാറ്റും. കാരണം ഈ കണ്ണ് അത്രയും സ്ട്രെയിൻ ആണ്. പെട്ടെന്ന് അവർ മാറ്റും, ഓക്കെ മാറ്, നെക്സ്റ്റ് വന്നു. സോ 24 hours വാച്ചിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻസ്. എന്തിനെന്ന് ഇസ്രായേൽ മറ്റേ മൊസാദുകാർ പോയിട്ട് F-16 ഫ്രാൻസ് പോയിട്ട് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതല്ലേ, അതിലും വലുതാണപ്പോൾ. അവിടെ പോയിട്ട് അവർ ഫ്രാൻസിൽ പോയിട്ട് F-16 അടിച്ചുകൊണ്ട് പോയി അന്ന് ഈ ടെക്നോളജി വന്നപ്പം. അപ്പം നിങ്ങൾ അത് വെറുതെ നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നത്? മോദിജി രാജിവെക്ക് ഇത് പറയാനല്ലേ? ഇത് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം VD സതീശൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി രാജിവെക്കും, അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ മറ്റേ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ അവർ രാജിവെക്കും, ഉമ്മൻചാണ്ടി രാജിവെക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകൾ. അല്ലാതെ അത് സത്യമാണോ നുണയാണോ എന്നുള്ളത് അത് നമ്മളവിടെ പോയാലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ ടൂറിസത്തിനെ ശരിക്കും ഇനി അഫക്റ്റ് ചെയ്യുമോ? കശ്മീർ ടൂറിസത്തിനെ ഇനി ആളുകൾക്ക് ഇനി പോകാനുള്ളവർക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ യു വിൽ ബി ടേക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലോങ് ടൈം. കാരണം ഇന്ന് കാശ്മീർ കണ്ടിട്ടുള്ളവർ അത് അനുഭവിച്ചവരും പുറത്തു വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിരിക്കും. അപ്പം അത് ഇതിപ്പോൾ ഓക്കെ എന്നാൽ പെൽഗാമിലേക്ക് പോകേണ്ട കുറച്ച് ദിവസം. കാശ്മീരും മറ്റിടത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. വേണമെങ്കിൽ അടുത്ത ആഴ്ച ഞാനും ഉണ്ടായിരിക്കും അവിടെ. കാരണം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ ധൈര്യമായിട്ട് പോകണം അങ്ങോട്ട്.